പശ്ചിമേഷ്യയിൽ ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം അതിൻ്റെ പാരമ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ടുപേരും പിന്മാറാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിലും തങ്ങൾക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമുണ്ടെന്ന് നിലപാടെടുത്തിരിക്കുന്നു ഇറാൻ. എന്നാൽ ആണവായുധങ്ങൾ മുഴുവനായി നശിപ്പിക്കാനുള്ള ഇറാൻ അണുവായുധ നിരായുധീകരണ ഉടമ്പടിയിൽ ഒപ്പിടണമെന്ന കാർക്കശ്യത്തിലാണ് അമേരിക്കയും അമേരിക്കയെ പിന്താങ്ങുന്ന മറ്റു രാജ്യങ്ങളും. സംഘർഷമൊഴിയാതെ പശ്ചിമേഷ്യ. ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിക്കുന്നതുവരെ പുതിയ ഒരു ആണവ ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന് ഇറാൻ. സ്വയം പ്രതിരോധം തുടരുമെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി വ്യക്തമാക്കി. ജനീവയിൽ യൂറോപ്യൻ യൂണിയനിലെ വിദേശകാര്യ മന്ത്രിമാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് അബ്ബാസ് അറാഗ്ചിയുടെ പ്രതികരണം. ജനീവ ചർച്ചകൾ വിജയം കണ്ടില്ലെന്നും യൂറോപ്പുമായല്ല അമേരിക്കയുമായിട്ടാണ് ചർച്ച നടത്താൻ താല്പര്യമെന്നും ഇറാൻ പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇക്കാര്യം വ്യക്തമാക്കി. ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുകയാണ്. ദിലീപ്, ഒരുപക്ഷെ ഈ ലോക ശക്തികൾക്കൊക്കെ തന്നെ വലിയ കടുത്ത അതൃപ്തി ഉണ്ടാക്കുന്ന യുദ്ധമാണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ പടർന്നുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ലോകത്തിൻ്റെ സാമ്പത്തിക ക്രമം തന്നെ മാറ്റിമറിക്കാം ഈ യുദ്ധം മുന്നോട്ട് പോയാൽ. പറയൂ ദിലീപ് കുമാർ. ഗുഡ് മോർണിംഗ്. എസ്കെൻ, ഗുഡ് മോർണിംഗ്. ഇറാൻ ഇസ്രായേൽ യുദ്ധം 9ാം ദിവസവും തുടരുകയാണ്. ഇതിൽ സമാധാനത്തിൻ്റെ പാത ഇപ്പോഴും അകലെയെന്നാണ് വ്യക്തമാക്കുന്നത്. ഇന്നലെ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലെ പ്രത്യേകിച്ച് E3 എന്നറിയപ്പെടുന്ന ഫ്രാൻസ്, ജർമ്മനി, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളിലെ വിദേശ മന്ത്രിതലത്തിലുള്ള ചർച്ചകൾ ഇറാൻ നടത്തിയിരുന്നു. യൂറോപ്യൻ യൂണിയന്റെ നയരൂപീകരണ വിഭാഗം മേധാവി കാല കല്ലിസും ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ഈ യോഗം യാതൊരു തരത്തിലുമുള്ള ഒരു പുരോഗതി ഇതുമായി ബന്ധപ്പെട്ട് ഈ പ്രശ്ന പരിഹാരത്തിന് ഉണ്ടാക്കിയിട്ടില്ല എന്നതാണ് വസ്തുത. അത് ഇസ്രായേൽ ആദ്യം ബോംബാക്രമണം നിർത്തട്ടെ, പിന്നീട് കാര്യങ്ങളിൽ ചർച്ചയാകാം എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി അദ്ദേഹം ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞത്. പക്ഷേ സാധ്യതകൾ, പ്രശ്ന പരിഹാരത്തിനുള്ള സാധ്യതകൾ, വാതിലുകൾ അതൊക്കെ ഇപ്പോഴും തുറന്നിട്ടിരിക്കുകയാണെന്ന് ഈ ചർച്ച വ്യക്തമാക്കുന്നുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2 ആഴ്ച സമയമാണ് ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കെടുക്കണമോ വേണ്ടയോ എന്ന കാര്യത്തിൽ അമേരിക്ക തീരുമാനമെടുക്കുന്നതിനായി വെച്ചിരിക്കുന്നത്. അതിനിടയിൽ വീണ്ടും അമേരിക്കയുമായി ചർച്ച ഇറാൻ നടത്തുമോ എന്ന കാര്യമൊക്കെ ഉറ്റുനോക്കുന്നുണ്ട്. കഴിഞ്ഞ ചില ആഴ്ചകൾക്കിടയിൽ ഏതാണ്ട് 5 തവണ ചർച്ചകൾ ഇറാനും അമേരിക്കയുമായി നടത്തിയിരുന്നു. 6ാം വട്ട ചർച്ച ഇനി നടക്കുമോ എന്നതാണ് കാണേണ്ടത്. 6ാം വട്ട ചർച്ച ഈ കഴിഞ്ഞ 15-ാം തീയതി നടത്താനിരിക്കെയാണ് ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടാവുകയും തുടർന്ന് ഈ ചർച്ച ഇറാൻ ഉപേക്ഷിക്കുകയും ചെയ്തത്. ഇറാനും ഇസ്രായേലിൽ ശക്തമായ ആക്രമണം നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്നലെ ഇസ്രായേലിലാകെ തന്നെ സൈറൺ മുഴക്കുന്ന നിലയിലേക്ക് ഈ കനത്ത മിസൈലുകൾ വർഷിച്ചുകൊണ്ടുള്ള ഇറാന്റെ ആക്രമണം, ഇസ്രായേലാകട്ടെ ശക്തമായ നിലയിലുള്ള ആക്രമണം ഇറാനിലും നടത്തുന്നുണ്ട്. അങ്ങനെ 2 രാജ്യങ്ങളും ഇപ്പോഴും കൊണ്ടും കൊടുത്തും അവർ ആക്രമണവും പ്രത്യാക്രമണവും ഒക്കെ നടത്തുകയാണ്. ഇതിനിടെ രാജ്യാന്തര ആണവോർജ്ജ ഏജൻസി ഇക്കാര്യത്തിൽ ഇസ്രായേലിന് മുന്നറിയിപ്പുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നത് അവസാനിപ്പിക്കണം എന്നാണ് IAEA ആവശ്യപ്പെട്ടിട്ടുള്ളത്. അതുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ആണവ വികിരണ ചോർച്ച ഉണ്ടായിട്ടില്ല. അത് നിലവിലെ സാധ്യതകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ, നിലവിലെ കാര്യങ്ങൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ആണവ വികിരണത്തിനുള്ള സാധ്യത അത് തള്ളിക്കളയാനും കഴിയില്ല. അതുകൊണ്ട് ഇനിയും ആക്രമണം ഈ ആണവ കേന്ദ്രങ്ങളിൽ തുടർന്നാൽ അത് മനുഷ്യരാശിക്ക് തന്നെ വലിയ ഭീഷണിയാകുന്ന വിധത്തിലുള്ള ആണവ വികിരണ ചോർച്ചയ്ക്കാകും വഴിയൊരുക്കുക. അതുകൊണ്ട് ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണം അവസാനിപ്പിക്കണമെന്നാണ് പറയുന്നത്. IAEAയുടെ UN പ്രതിനിധി പറഞ്ഞിരുന്നത് ഇറാന്റെ ഭാഗത്ത് നിന്ന് നിലവിൽ ഈ ആണവായുധങ്ങൾ കൂടുതലായി നിർമ്മിക്കുന്നതിനുള്ള സാധ്യതകൾ കാണുന്നില്ല. അങ്ങനെ എന്തെങ്കിലും ഒരു നീക്കമുണ്ടെങ്കിൽ IAEAക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെന്നാണ്. അങ്ങനെ ചർച്ചകളും അതോടൊപ്പം തന്നെ അഭിപ്രായ പ്രകടനങ്ങളും എല്ലാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും പല വഴികളിലായി നടക്കുമ്പോഴും ഈ ആക്രമണം ഇപ്പോഴും ഇറാനും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം ഇപ്പോഴും 9ാം ദിവസവും തുടരുകയാണ്. SK ദിലീപ് കുമാറാണ് സെൻട്രൽ വാർത്താമുറിയിൽ നമുക്കൊപ്പം ചേർന്ന്.